വൈദ്യരുടെ മരുന്നിന്റെ ശക്തി എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവളാ ഞാൻ. അതുകൊണ്ടിനി ആ കുഞ്ഞിന്റെ കാര്യത്തില് അമ്മയ്ക്കിനി ഒരു പേടിയും വേണ്ട. അവൾ അതുപോലെയാ എന്റെ കുടുംബത്തിന്റെയും മേഘന്റെയൊക്കെ മുഖത്ത് കരി വാരി തേച്ചത്. മേഘന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് കരുതി അവനെക്കാളും കുഴപ്പം പിടിച്ച ഒരുത്തന്റെ കൂടെ അവൾക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മോളിത് എങ്ങോട്ട് പോവാ? ഞാൻ ഏട്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഓ, ഇവിടെ നിന്നാലേ ഞങ്ങൾ ആരെങ്കിലും ഇവളെ വിഷം കൊടുത്തു കൊല്ലുമെന്നുള്ള പേടി കാണും ഇവൾക്ക്. അങ്ങനെ ഒരു പേടി ഏട്ടത്തിക്കില്ല, പക്ഷെ എനിക്കുണ്ട്. അതുപോലെ കണ്ണേട്ടനും. എടി, ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത ഇവളെ എന്തിനാടി ഞങ്ങൾ കൊല്ലുന്നേ? അതെ അതെ, പിന്നെ ഇവളെയും കൂട്ടി പോകുന്നൊക്കെ കൊള്ളാം. അമ്മയാവാൻ കഴിയാത്തതിന്റെ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്ന ഒരുത്തിയാ ഇവള്. അതിന്റെ കേടവള് പരമാവധി നിന്റെ നേർക്ക് തീർക്കുമെന്ന് പറയാൻ പറ്റില്ല മഞ്ജു. മനസ്സിലായില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. എടി, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പോലും ഇവള് മടിക്കില്ല എന്നാ മോള് പറഞ്ഞത്. അങ്ങനെ ഒരു പേടി എനിക്കില്ല. അങ്ങനെ ഞാൻ പേടിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അമ്മയുടെ ഏട്ടത്തിയുടെയും കൂടെ നിന്നിരുന്ന സമയം. ഇപ്പൊ ആരൊക്കെ ഏതാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. സ്വന്തം അമ്മയെ പോലും ഭയക്കണം. എന്നാലും ഏട്ടത്തിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശരി ശരി, എന്നാ പിന്നെ ഇവളെയും കൂട്ടി പൊയ്ക്കോ. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതങ്ങ് അനുഭവിച്ചോ. അവനവന്റെ പ്രവൃത്തിയുടെ ഫലവാ അവനവന് തിരിച്ചു കിട്ടുന്നത്. അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശേഷിയുള്ളവര് ജീവിതത്തിൽ മാറാൻ ശ്രമിക്കും. അല്ലാത്തവര് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നീ എന്താ മനസ്സിൽ വെച്ചോണ്ട് സംസാരിച്ചെന്ന് എനിക്ക് അറിയാടി. എനിക്കൊരമ്മയാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അതുപോലെ ഇവളും ഒരു കുഞ്ഞിനെ താരാട്ട് പാടുന്നത് നീ കാണും. പക്ഷേ നിനക്കത് സ്വപ്നം മാത്രമാടി, വെറും സ്വപ്നം. ആയിക്കോട്ടെ, ഞാനങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളൊന്നും കാണാറില്ല. അതുകൊണ്ട് എനിക്ക് വേദനയില്ല. അധികം സംസാരത്തിനൊന്നും നിക്കണ്ട എടുത്തി, ഇങ്ങോട്ട് വരാൻ നോക്ക്. മോളെ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് നിനക്ക് ഇവിടെ നിന്നൂടെ? നിനക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഭക്ഷണം പാകപ്പെടുത്തി തരണോന്ന് കരുതിയാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എനിക്കും ആഗ്രഹമുണ്ട് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ. പക്ഷേ അതിഷ്ടമല്ല സാഗരേട്ടന്. ഒരു നിമിഷം പോലും ഇവിടെ നിക്കരുതെന്നാ സാഗരേട്ടൻ പറഞ്ഞത്. ഇപ്പൊ അവൻ നിന്നോട് ആജ്ഞാപിക്കാനൊക്കെ ആയോ? ആജ്ഞാപിക്കാറൊന്നുമില്ല, ഉപദേശിക്കാറുണ്ട്. ദുഷ്ടചിന്തയുമായി നടക്കുന്ന ആൾക്കാരുമായിട്ട് അധികം സഹകരണം വേണ്ടാന്ന്. ഓ എടുത്തി. പോട്ടെ പോട്ടെ, അവളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി അവൾക്ക് ഇപ്പൊ തന്നെ കിട്ടിക്കോളും.